നിന്നെ കൊല്ലാനടി ഞാൻ വന്നത്. ദാദാ വേണ്ട, നീ കാണിക്കുന്നത് അബദ്ധാണ്. ഇതുവരെ എനിക്കും എന്റെ മമ്മിക്കും പറ്റിയത് അബദ്ധം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. എന്റെ സാറേ, ഇവള് സാറിനോട് യാത്ര ചോദിക്കാതെയല്ലേ പോയത്? തിരിച്ചു വന്നത് അതിന്. അല്ലല്ല, മോളുടെ മുഖത്ത് നല്ല ഗൗരവം ഉണ്ടായിരുന്നു. എന്തോ സീരിയസ് മാറ്റർ ആയിട്ടാണ് ഞാൻ ധരിച്ചത്. അവളെപ്പോഴും അങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എവിടെയില്ലാത്തൊരു കാര്യം പറഞ്ഞു തുടങ്ങിക്കൊണ്ടുവരും. നമ്മള് കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് അത് കഴിഞ്ഞൊരു പൊട്ടിച്ചിരിയുണ്ട്. മോളുടെ കുസൃതികള് അച്ഛൻ ശരിക്കും കണ്ടിട്ടില്ല, അതാ. മോണിക്കുട്ടി, നീ പറഞ്ഞപ്പോ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഷോ, എന്തൊരു ഭംഗിയാ കാണാൻ. അതെ, സന്ധ്യയാകും വരെ ഇവിടെ നിക്കാമെങ്കിലേ ചുറ്റുപാടും ലൈറ്റുകളൊക്കെ വരുന്നൊരു സമയല്ലേ. അതാ ഇതിന്റെ ശരിക്കും ഭംഗി. എന്നാ നമുക്കേ സന്ധ്യ വരെ ഇവിടെ നിന്നാലോ? ഓ, അതിനെന്താ, നമുക്കേ സന്ധ്യ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാം പോരെ? സന്ധ്യയായ താഴെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവോ? അതിനെ കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. ഇവിടെയെല്ലാം എനിക്ക് കാണാപ്പാടാ. ഞാനേ കൊള്ളാവുന്നൊരു ഗൈഡ് അല്ലടി പെണ്ണേ. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാട്ടോ. വല്ലാത്തൊരു ശാന്തതയുണ്ട് ഈ സ്ഥലത്ത്. നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കനം കുറയുന്നത് പോലെ തോന്നുന്നു. ആയിക്കോട്ടെ. നിനക്ക് പിന്നെ ടെൻഷന് കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാനും പറ്റും. അതെ, ഇവിടെ കുറച്ച് താഴെ ഒരു നല്ല പഴമുണ്ട്. എന്ത് പഴം? അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ വരുന്നവര് പലരും പല പേരാ പറയാ. പക്ഷേ കഴിക്കാൻ നല്ല രസം. പുളിപ്പും ചവർപ്പും എല്ലാം ചേർന്നൊരു രസം. നമുക്ക് പോയി പൊട്ടിച്ചാലോ? എനിക്ക് ഇത് കണ്ടു മതിയായില്ല. ഞാൻ കുറച്ചേരം കൂടെ ഇവിടെ നിൽക്കട്ടെ. എന്നാ പിന്നെ നീ കുറച്ചു നേരം ഇവിടെ നിന്നോ. ഞാൻ പോയി ആ പഴങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് വരാം. എന്താ? അല്ല, ഇവിടെ പുലിയും സിംഹമൊന്നും വരില്ലല്ലോ? പുലിയും സിംഹമൊന്നും വരില്ല. പക്ഷേ അതിനേക്കാൾ കുഴപ്പക്കാരായ മനുഷ്യര് വരും. ഞാൻ പെട്ടെന്ന് പോയി പഴം പറിച്ചിട്ട് വരാം.
എന്താടി ഞെട്ടിയോ നീ? ഹാ, ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് നിന്നെ എന്റെ കൈ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ ഗാഥയുടെ ഉദ്ദേശം? എന്റെ രൂപത്തിലുള്ള ഒരുത്തി ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞ നിമിഷം നിന്നെ ഇല്ലാണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അപ്പോഴേക്കും എന്റെ മമ്മിയും നീയുമായിട്ട് ഒരു കരാറുണ്ടാക്കി. അതെന്റെ ജീവിതത്തിൽ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം അങ്ങ് മാറ്റി. എനിക്ക് പകരം നീ നവീന്റെ താലിക്ക് കഴുത്ത് നീട്ടി. നവീനോടൊപ്പം കളരിക്കല് ചെന്ന് കയറി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പലപ്പോഴും നിന്റെ ജീവന് വേണ്ടി ഞാൻ കൊതിച്ചതാ. എന്റെ നവീന്റെ മനസ്സിൽ നീയാണെന്നറിഞ്ഞപ്പോ, നവീൻ സ്നേഹിക്കുന്നത് നീ കാണിക്കുന്ന നിഷ്കളങ്കതയാണെന്നറിഞ്ഞപ്പോ വീണ്ടും എന്റെ മനസ്സിൽ തോന്നിയതാ നിന്നെ അങ്ങ് തീർക്കാൻ. പക്ഷെ നീ മിടിക്ക. എന്നെ മാത്രം സ്നേഹിച്ചിരുന്ന എന്റെ മമ്മിയുടെ മനസ്സിലേക്ക് നീ അങ്ങോട്ട് ഇടിച്ചു കയറി. കളരിക്കൽ വീട്ടുകാരുടെ മനസ്സിലേക്ക് നീ ഇടിച്ചു കയറിയതുപോലെ. നീ നിന്റെ അമ്മയും കൂട്ടി നാട് വിട്ടു പോവാണെന്ന് പറഞ്ഞപ്പോ ശല്യം ഒഴിഞ്ഞു എന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അന്നു മുതലാ ശരിക്കും നീ എന്റെ ശത്രുവായത്. ഒക്കെ ഗാഥയുടെ വെറും തോന്നലുകളാ. എനിക്ക് ഗാഥയോട് ഒരു ശത്രുതയില്ല. നവീനെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളത്. വേണ്ട, ഇനി നിന്റെ കള്ളക്കഥകളും ഞാൻ വിശ്വസിക്കില്ല. എന്റെ നവീനോടൊപ്പം ഞങ്ങളുടെ ബെഡ്റൂമില് നീ ആദ്യ രാത്രി ആഘോഷിച്ചു. ഇങ്ങനെ മണ്ടത്തരം പറയാതിരിക്കുക ഗാഥ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞതല്ലേ. നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ ആ ലോട്ടറിക്കാരനോ അയാളുടെ ഭാര്യയോ അല്ല. ഇത് ഗാഥ ശ്രീനിവാസ. എന്റെ ജീവിതത്തില് നീ ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അതിന് നിന്റെ ജീവൻ കൊണ്ട് തന്നെ നീ മറുപടി പറയണം. നിന്നെ കൊല്ലാനടി ഞാൻ വന്നത്. ഗാഥ, വേണ്ട, നീ കാണിക്കുന്നത് അബദ്ധാണ്. ഇതുവരെ എനിക്ക് എന്റെ മമ്മിക്കും പറ്റിയത് അബദ്ധം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. നീ ഇനി ജീവിക്കാൻ പാടില്ല. എന്റെ നവീന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മയും വരാൻ പാടില്ലടി. അയ്യോ ഗാഥ, വിട്. അയ്യോ ഗാഥ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളിക്കുട്ടി, 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 വിട് ഗാഥ, ഞാൻ പറയുന്നത് കേക്ക്. വിട്, വിട് ഗാഥ, എന്നെ വിട്. ഗാഥ, പ്ലീസ് ഗാഥ, എന്നെ വിട്.